പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. MLA ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. വോട്ട് ചെയ്താണ് MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. SIT ഏതാണ്ട് 10-12 ദിവസം തെരഞ്ഞിട്ടും കാണാത്ത ഒളിവ് ജീവിതത്തിലായിരുന്ന പാലക്കാടിന്റെ MLA ആണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. MLA ഓഫീസിലേക്ക് 15 ദിവസത്തിന് ശേഷം ഒരു MLA, ഒരു ജനപ്രതിനിധി ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരറിവും ആ ഓഫീസിൽ ഉണ്ടായിരുന്നവർക്ക് പോലും ഉണ്ടായിരുന്നില്ല. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഒരറിവും ഓഫീസിലുള്ളവർക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ കൂടുതലൊന്നും സംസാരിക്കില്ല എന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനപ്പുറം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാവും രാഹുൽ. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാവും രാഹുൽ. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ തിങ്കളാഴ്ച ഹാജരാകുമോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവസാനിച്ചു. തിങ്കളാഴ്ച എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അവസാനിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നാണ് എനിക്കിന്ന് പറയാനുള്ളത് പറഞ്ഞു, അവസാനിച്ചു. ഈ തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തുമോ? അങ്ങനെ ചോദ്യം കൂടി ഇല്ല രാഹുൽ. ഒരു വിശദമായ പ്രതികരണം ഉണ്ടാകുമോ രാഹുൽ? പരാതി ഉണ്ടോ? പരാതി ഉണ്ടായിരിക്കും, 2 പരാതി ഉണ്ടായിരിക്കും. അതാണ് അന്നും ഇന്നത്തെ പ്രതികരണം പോലെയായിരുന്നു. സത്യം തെളിയിക്കും, കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തും, നിയമം നേരിടും, നിയമപരമായ പോരാട്ടം നടത്തും എന്നൊക്കെയായിരുന്നു. അത് തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ ആളാണ് അന്ന് ഒളിവിൽ പോയത്, ഇത്ര ദിവസമായിട്ട് പുറത്തിറങ്ങാതെ ഇരുന്നത്, ജാമ്യം ലഭിക്കുന്നതുവരെ ആരും അറിയാതെ ഒളിച്ചു താമസിച്ചിരുന്നത്, പല സ്ഥലങ്ങളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഇരുന്ന ആളാണ് വീണ്ടും നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയതുപോലെ റീൽസൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിൽ വീണ്ടും പാലക്കാട്ടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. CPM പ്രതിഷേധം നടത്തി. MLA കാറിന്റെ മുകളിൽ കോഴിയുടെ ചിത്രം വെച്ചുവരെ CPM പ്രതിഷേധിച്ചിരുന്നു. കോൺഗ്രസുകാരും കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. ഓഫീസ് സ്റ്റാഫ് മാത്രമാണ് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത്. ഓഫീസിലേക്ക് എത്തിയപ്പോഴും അവിടെ കോൺഗ്രസ് നേതാക്കളൊന്നും കൂടെയില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി നടപടിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെയാണ് പാർട്ടി പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നോ? Did you expect such a strong reaction from party? Since day one they were supporting you, but finally when the anticipatory came was rejected, the party
മൈക്ക് താഴെ